GT എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് നമുക്കറിയാം തിങ്കളാഴ്ച നടക്കുന്ന മാത്സ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. 11 തൊട്ട് 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2 ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ ലെങ്ത് ഇതിൽ കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കാരണം തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതി മനസ്സിലാക്കുക, ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾ മറ്റ് ചോദ്യങ്ങൾ ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം, P of x = x² - 4x + 4. A, വാട്ട് ഈസ് P of 1? വളരെ സിമ്പിളാണ്. എക്സിന് സ്ഥാനത്ത് 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് P of 1 നോക്കൂ. P of 1 = 1² - 4 × 1 + 4. 1² - 4 + 4. -4 + 4 0. 1² 1. അപ്പോൾ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുക. ഇനി രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് P of x - P of 1. അപ്പോൾ P of x - P of 1 എന്ന് പറയുന്നത് P of x - P of 1. P of x എന്ന് പറയുന്ന x² - 4x + 4 ആണ്. അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് x² - 4x + 3 കിട്ടും. റൈറ്റ്. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ പോളിനോമിയൽ ഓഫ് P of x - P of 1 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇവിടെ നമുക്ക് x + a × x + b = x² + a + b × x + ab എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് +3 കിട്ടണം, ആഡ് ചെയ്താൽ -4 കിട്ടണം. അങ്ങനെയുള്ള നമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ x - 3 × x - 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x² അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 കിട്ടും, ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടും. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് x² - a + b × x -3 + -1 -4 × x + ab -3 × -1 + 3. ഓക്കെ, 12ാമത്തെ ചോദ്യം, എ കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 cm. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ? അപ്പോൾ എന്താണ്? കോൺ ഈസ് മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 cm. ഒരു കോൺ ഉണ്ടാക്കുകയാണ്. കോൺ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരു സെമി സർക്കിൾ, അതിൻ്റെ റേഡിയസ് 20 cm ആയുള്ള ഒരു നമുക്കറിയാം ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ സെമി സർക്കിൾ ഹാഫ് ഭാഗമാണ്, അതിൻ്റെ റേഡിയസ് 20 cm ആണ്. ഇതിനെയാണ് നമ്മൾ റോൾ ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്നാണ് ചോദ്യം. കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ഒബിവിയസ്ലി അതിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. സോ L = 20. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ. ഈ കോണിൻ്റെ റേഡിയസ് കാണണം. അപ്പോൾ കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് കിട്ടി, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് റേഡിയസ് ആണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലൊന്ന് ഇത് ചെയ്തേക്കാം. അപ്പോൾ റേഡിയസ് എങ്ങനെയാണ്, കോണിൻ്റെ റേഡിയസ് എങ്ങനെയാണ് കാണുക? അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ബൈ 360 നമുക്ക് എന്ത് വരും? ഇതിൻ്റെ ഈ ഡിഗ്രിയുടെ റേഷ്യോ തന്നെ ആയിരിക്കും റേഡിയസിൻ്റെ റേഷ്യോ. 180 ഡിഗ്രി ബൈ 360 20/x. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം. 180 ഡിഗ്രി ബൈ 360. ഓക്കെ, അപ്പോൾ സെമി സർക്കിൾ റേഡിയസ് എന്താണ്? 20. അപ്പോൾ 180/360 20/x എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 610 കിട്ടും. നിങ്ങൾക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. വളരെ സിമ്പിളാണ്. അതിൻ്റെ ആംഗിൾ തമ്മിലുള്ള റേഷ്യോയും അതുപോലെ തന്നെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ഉണ്ട്. ഓക്കെ, ആ റേഷ്യോ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. മറ്റ് വീഡിയോ ഇതുപോലത്തെ നമ്മുടെ ഉണ്ട്, ചാനലിൽ നോക്കുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. അപ്പോൾ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? πr ആണ്. അപ്പോൾ r നമുക്കറിയാം, L-ഉം നമുക്ക് അറിയാം. ഇവിടെ r എന്ന് പറയുന്നത് കോണിൻ്റെ റേഡിയസ് 10 ആണ്. അപ്പോൾ π × 10 × 20 ദാറ്റ് ഈസ് 200 π² cm. പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക, പൈയുടെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, പൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഈ പൈയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ വെച്ച് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm. മാർക്ക് എ പോയിന്റ് 6.5 cm അവേ ഫ്രം ദ സെൻറ്റർ. ഡ്രോ ദ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് ടാൻജൻറ്റ്. അപ്പോൾ ഷുവറായിട്ട് വരാവുന്ന ഒരു ചോദ്യങ്ങളൊന്നാണ് ടാൻജൻറ്റ് വരച്ച് അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 2.5 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കൃത്യമായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് 6.5 cm സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി അപ്പോൾ അതിങ്ങനെ വരും. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 6.5 ഈ ഒരു ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കാണാം. അത് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
കോമ്പസ് നമ്മൾ ഈ രണ്ട് സൈഡിലും വെക്കണം. ഇതിൻ്റെ പകുതിയിലും കൂടുതൽ ലെങ്ത് എടുക്കണം. ഇതിൻ്റെ പകുതിയിലും കൂടുതൽ, ഏകദേശം പകുതിയിലും കൂടുതൽ ലെങ്ത് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. അങ്ങനെ ഈ ആർക്ക് രണ്ട് കണക്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടെ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് പറ്റും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചതിന് ശേഷം അത് ഈ പോയിന്റിൽ കോമ്പസ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ റേഡിയസിലേക്കുള്ള ദൂരം എടുത്തിട്ട് നമ്മൾ വേറൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ വലിയ സർക്കിൾ ഈ ചെറിയ സർക്കിൾ ടച്ച് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റുമാണ് ഈ രണ്ട് പോയിന്റിലേക്കാണ് നമ്മൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇവിടേക്കും വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് കിട്ടി. ടാൻജൻറ്റ് ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ടാൻജൻറ്റ് ലെങ്ത്ത് മെഷർ ചെയ്താൽ നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അപ്പോൾ 4 മാർക്കാണ് ഈ ചോദ്യത്തിന് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, സം ഓഫ് ദ ഫസ്റ്റ് 7 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 7 ടേമുകളുടെ സം 140 ആണ്. സം ഓഫ് ദ ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ സെയിം അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 440. അപ്പോൾ അതേ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ തന്നെ ആദ്യത്തെ 11 ടേംസിൻ്റെ സം 440 ആണ്. വാട്ട് ഈസ് ദ 4th ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 4th ടേം കാണാം. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യമുണ്ട്. ഈ 7 ടേംസിൻ്റെ സം 140 ആണ്. 7 ടേമുള്ള ഒരു എ പിയുടെ 4th ടേം ആയിരിക്കും അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 140/7 ആയിരിക്കും. അതായത് അതിൻ്റെ 4th ടേം എന്ന് പറയുന്നത് 140/7, ദാറ്റ് ഇസ് 20. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ x6 എന്ന് പറയുന്നത്, അപ്പോൾ x6 എന്ന് പറയുന്നത് 11 ടേമുള്ള ഒരു എ പിയുടെ 6th ടേം ആയിരിക്കും മിഡിൽ ടേം. 11 ടേമിൻ്റെ സം 440 440 തന്നിട്ടുണ്ട്. മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? 440/11 40. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പോൾ നമുക്ക് x4ഉം x6ഉം കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? x4 എന്ന് പറയുന്നത് a+3d ആണ്. a+3d = 20. x6 എന്ന് പറഞ്ഞാൽ എന്താണ്? a+5d = 40. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ഈ ഇക്വേഷനിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേത് മൈനസ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടോ? എയും ക്യാൻസൽ ചെയ്ത് നമുക്ക് ഡിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ a+3d = 20, a+5d = 40. അപ്പോൾ നമ്മൾ 2ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 5d - 3d, 2d = 20 വരും. d = 20/2 10 വരും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദ സീക്വൻസ്? ഈ d നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, അപ്പോൾ d എന്ന് പറയുന്നത് 10 ആണ്. ഫസ്റ്റ് ടേം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ a1 = a+n - 1 × d എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ d 10 ആണ്. അപ്പോൾ നമ്മളിതിൽ ഒന്നിൽ a+3d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a+3d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 4th ടൈം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. a+3d 20 ആണ്. അതിൽ d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് a നമുക്ക് -10. a മീൻസ് ഫസ്റ്റ് ടൈം -10 എന്ന് കിട്ടും. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത ചോദ്യം, a box contains 4 slips numbered 1, 2, 3, 4 and another contain 5 slips numbered 1, 2, 3, 4, 5. One step is taken from each box without looking to it. അപ്പോൾ one slip is taken from ഓരോ ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് എടുക്കുന്നു എനിക്ക് നോക്കാതെ. in how many different ways we can choose the slips? അപ്പോൾ സ്ലിപ്സ് നമുക്ക് എത്ര ഡിഫറെൻറ്റ് വേയിൽ എടുക്കാം? അപ്പോൾ ആദ്യത്തെ 4 സ്ലിപ്പാണ്, പിന്നെ 5 ആണ്. അപ്പോൾ 4 × 5 20 ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് സ്ലിപ്പ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, റൈറ്റ്. ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ്? അപ്പോൾ ഇതിൽ നമ്പർ 2 ഓഡായിരിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തേൽ 1, 1, 1 2 ഓഡാണ്. 1, 3 2 ഓഡാണ്. 1, 5 2 ഓഡാണ്. 3, 1, 3, 3, 3, 5 ഓഡാണ്. അപ്പോൾ ഇങ്ങനെ 6 എണ്ണം വരുന്നുണ്ട്. 6 ചാൻസസ്. ബൈ ടോട്ടൽ ചാൻസസ് എത്ര? 20 ആണ്. അപ്പോൾ 6/20. അടുത്ത ചോദ്യം, സി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് സെയിം? 2 നമ്പറും സെയിം ആവാനുള്ള പ്രോബബിലിറ്റി നോക്കുക. അപ്പോൾ ആദ്യത്തേൽ നമുക്ക് 1, രണ്ടാമത്തിന് 1, 1, 2, 2, 3, 3, 4, 4. അപ്പോൾ 4 പോസിബിൾ ഔട്ട്കംസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ ചാൻസസ് ആണ്. അപ്പോൾ 4/20. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. In a right triangle, one of the perpendicular sides is 2 centimeters more than that of the other. അപ്പോൾ in a right triangle one of the perpendicular sides. അപ്പോൾ in a right triangle one of the perpendicular sides, ഒരു perpendicular sidesൻ്റെ ഏതെങ്കിലും ഒരെണ്ണം 2 centimeters more than that of the other. മറ്റതിനേക്കാളും 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്.
ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ട്രയാങ്കിളിൻ്റെ ഏരിയ 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് 2 സെൻറ്റിമീറ്റേഴ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ അതർ. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഒരു ട്രയാങ്കിൾ, നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റൈറ്റ് ട്രയാങ്കിൾ. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ രണ്ട് സൈഡ്. ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റേ സൈഡിന് 2 കൂടുതലാണ്. അപ്പോൾ നമ്മൾ x=x+2 എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ എന്താണ് പറയുന്നത്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഒരെണ്ണം എക്സും ഒരെണ്ണം മറ്റേത് x+2 ആയിട്ട് എടുത്തു. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 24 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ ഇവിടെ x=x+2 എന്ന് പറയുന്നത് 48 വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താ, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 2 സെൻറ്റിമീറ്റർ മോർ ദാൻ ദാറ്റ് ഓഫ് ദ അതർ. അതിനകത്തിൻ്റെ ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ 24. ഹാഫ് ബി എച്ച് ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈക്വൽ 24. അപ്പോൾ നമുക്ക് x=x+2 എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, ബിയും എച്ചും ആണ്, എക്സും x+2ഉം. ബി ഇൻറ്റു എച്ച് ഈക്വൽ 48 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് x=x+2 ഈക്വൽ 48. നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x=x² പ്ലസ് x×2 2x x² പ്ലസ് 2x ഈക്വൽ 48. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് 3 മെത്തേഡ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ x² പ്ലസ് 2x മൈനസ് 48 ഈക്വൽ 0 എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് ഫാക്ടറൈസിങ് മെത്തേഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് x=-b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4x/2a എന്നുള്ള മെത്തേഡ് വഴി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതും അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഫാക്ടറൈസ് ചെയ്യുന്നത് ഞാൻ ആദ്യം ഒന്ന് പറയാം. x² പ്ലസ് 2x മൈനസ് 48 ഈക്വൽ 0. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ -48 കിട്ടണം, ആഡ് ചെയ്താൽ +2 കിട്ടണം. അപ്പോൾ അങ്ങനെ എടുക്കേണ്ട നമ്പറുകൾ ഏതൊക്കെയാണ് വരിക, മൈനസ്, ഇപ്പോൾ നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്കാണ് -48 വരും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ -48 കിട്ടണം, ആഡ് ചെയ്താൽ +2 കിട്ടണം. അപ്പോൾ അതിൽ ചെറിയ നമ്പർ നെഗറ്റീവും വലിയ നമ്പർ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് x+8 ഇൻറ്റു x - 6. അപ്പോൾ x² പ്ലസ് 2x മൈനസ് 48 ഈക്വൽ 0 എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് x×x+2 അപ്പോൾ x² പ്ലസ് 2x ഈക്വൽ ടു 48 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ 6ഉം 8ഉം കിട്ടും. റൈറ്റ്, ഇനി അതല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡാണ് എന്ത് ചെയ്യുക, x-ൻ്റെ കോഎഫിഷ്യൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. LHS RHS ആഡ് ചെയ്യുമ്പോൾ 2x-ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ x-ൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്, 2ൻ്റെ പകുതി 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. ഇത് LHS ആഡ് ചെയ്തു, RHS ആഡ് ചെയ്തു. അപ്പോൾ 49 ആയിട്ട് മാറി. അപ്പോൾ x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 49. ദാറ്റ് ഈസ് x+1 ഓൾ സ്ക്വയർ ഈക്വൽ ടു 49. x+1 ഈസ് ഈക്വൽ ടു √49 ഈക്വൽ ടു 7. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x ഈക്വൽ ടു 7 മൈനസ് 1 6. ഈ 6 എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 + 2 8 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരെ സ്റ്റേ ട്യൂൺഡ്, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്, ഇന്ന് വെൻസ്ഡേ ആണ്, സോഷ്യൽ എക്സാം കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ദിവസം. ശരിക്കും നമുക്ക് 3ാമത്തെ ദിവസമാണ്, ഈവനിങ് കൂടി നമുക്ക് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ചോദ്യങ്ങൾ പല രീതിയിൽ വരാം, അപ്പോൾ എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാം. എല്ലാവർക്കും ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തും. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നത് മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.